الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി ഇഖ്ലാസോട് കൂടി ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത് ഷെയ്ഖ് അബ്ദുൽ വാരിസ് ഹഫ്ളഹുള്ളയുടെ ആദാബു ത്വലബിൽ ഇൽമ എന്ന ചെറിയ റിസാലയാണ്. അതിലേകദേശം നമ്മൾ അൽഹംദുലില്ലാ 11 മര്യാദകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി എടുക്കാനുള്ളത് രണ്ടാമത്തെ 10 രണ്ടാമത്തെ മര്യാദയാണ്. ഇത് ഈ ഒരു മര്യാദ, ഈ ഒരു അദബ് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്രകാരമാണൊരു താലിബുൽ ഇൽം ദീൻ പഠിക്കേണ്ടത് എന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു ബാബിൽ പറയുന്നത്. തുല്ലാബുൽ ഇൽം നിർബന്ധമായി കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏത് പഠിക്കണം, ഏത് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് ഈ ഒരു ബാബിൽ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായിക്കൊണ്ട് എന്നോടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ്, ഇത് കൃത്യമായിക്കൊണ്ട് പഠിക്കണം. അതനുസരിച്ചായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ പിന്നീടുള്ള പഠനം, ത്വലബുൽ ഇൽം. ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, അസ്സാനി, രണ്ടാമത്തേത്, മുറാഅതു കൈഫിയത്തി ത്വലബി വത്തലഖി ഫീ കുല്ലി ഫന്നിൻ. മുറാഅത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ചെലുത്തൽ, ശ്രദ്ധിക്കൽ, പ്രാധാന്യം നൽകൽ. കൈഫിയത്തി ത്വലബി, ഇൽമു നേടുന്നതിൻ്റെ രൂപത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം. വത്തലഖി, ഇൽമു തേടുന്നതിൻ്റെയും ഇൽമു സ്വീകരിക്കുന്നതിൻ്റെയും കാര്യത്തിൽ, അതിൻ്റെ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഫീ കുല്ലി ഫന്നി. എന്താണ് ഫന്ന് എന്ന് പറഞ്ഞാൽ ആർക്ക് പറയാൻ സാധിക്കും? അല്ല, എന്താണ് ഫന്ന്? ബാറക്കല്ലാഹു ഫീക്. ഓരോ സബ്ജക്റ്റുകൾ, ഓരോ വിഷയങ്ങൾ. ഒരു 2 ഉദാഹരണം ആർക്ക് പറയാൻ കഴിയും? വിദ്യാർത്ഥികൾ, ചെറിയ വിദ്യാർത്ഥികൾ പറയാം. ആർക്ക് പറയാൻ കഴിയും 2 ഉദാഹരണങ്ങൾ? സബ്ജക്റ്റുകൾ, ദീനിൻ്റെ 2 സബ്ജക്റ്റുകൾ. ഫിഖ്, അഖീദ. ഫിഖ് എന്നുള്ളത് ഒരു ഫന്നാണ്, അഖീദ എന്നുള്ളത് ഒരു ഫന്നാണ്, നഹ്വ് എന്നുള്ളത് ഒരു ഫന്നാണ്. അതാണ് ഫന്ന്. ഈ ഫന്ന് എങ്ങനെ പഠിച്ചെടുക്കും?
ഈ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിച്ചെടുക്കും, ഏത് രൂപത്തിൽ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ ബാബിലുള്ളത്. എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് അവസാനിക്കണം, ഏത് രൂപത്തിൽ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തം, ഷോർട്ട് ഖുലാസയാണ് ഈ ഒരു ബാബിലുള്ളത്. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ബാബാണ്. കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻക്ക് ഇൽമിൽ ഉയരാൻ സാധിക്കുകയില്ല. പിന്നീട് അദ്ദേഹം പറയാണ്, ഹുനാക്ക അവിടെ ഉമൂറുൻ ചില കാര്യങ്ങളുണ്ട്, ലാബുദ്ദ മിൻ മുറാഅതിഹാ ഫീ കുല്ലി ഫന്നിൻ തത്ലുബുഹു, നീ അതിനെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. ഏതൊരു സബ്ജക്റ്റും നീ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വഹിയ അവ 6 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ 6 കാര്യങ്ങളും കൃത്യമായി കൊണ്ട് പഠിക്കണം. അതുപോലെ ആയിരിക്കണം പിന്നീട് നമ്മൾ ദീൻ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു രീതിയിലായിരിക്കണം. ഒന്നാമത്തേത് ഹിഫ്ളു മുഖ്തസരിൻ ഫീഹി. ഹിഫ്ളു മുഖ്തസരിൻ ഫീഹി, ഒരു സബ്ജക്റ്റിലുള്ള സംക്ഷിപ്തമായിട്ടുള്ള ചുരുങ്ങിയ ഒരു പുസ്തകം മനഃപ്പാഠമാക്കുക. ഒരു സബ്ജക്റ്റിലുള്ള ചെറിയ പുസ്തകം, ചെറിയ മത്തിന്, ചുരുങ്ങിയ രൂപത്തിലുള്ള മത്തിന് മനഃപ്പാഠമാക്കുക, ഇഫ്ലാക്കുക. അതാണ് ഒന്നാമത്തേത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഫഇൻ കുൻത മുബ്തദിഅൻ ഫലാ അറാ ഹസന മിൻ മത്നി. നീ തുടക്കക്കാരനാണെങ്കിൽ നഹ്വിൽ ഞാൻ കാണുന്നില്ല ഇതിനേക്കാൾ നല്ലൊരു മത്തിന്. എന്താണത്? അൽ ആജുറൂമിയ്യ, മുഖദ്ദിമത്തുൽ ആജുറൂമിയ്യ എന്ന പുസ്തകം നഹ്വിൽ ഇഫ്ലാഖ്. പിന്നീട് അദ്ദേഹം പറയണം, അതിനുശേഷം നഹ്വിൽ തന്നെ അൽഫിയത്ത് ബിൻ മാലിക് ഇഫ്ലാഖ്. അദ്ദേഹം പറയാണ്, ലിഅന്നഹ ഖുലാസത്തു ഇൽമുൻ നഹ്വി, അത് ഇൽമുൻ നഹ്വിന്റെ ചുരുക്കാണ്. ഖുലാസ പറഞ്ഞാൽ ചുരുക്കിയതാണ്, സംക്ഷിപ്താണ്. അൽഫിയത്ത് മാലിക് ബിൻ മാലിക് അൽ അൻദലൂസി റഹിമഹുള്ളയുടെ അൽഫിയത്ത് മാലിക്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ 3000 ബൈത്തുള്ള വരിയുള്ള കവിതാ സമാഹാരമാണ് എഴുതിയിട്ടില്ല. 3000. അതിനെ ചുരുക്കിയതാണ് ഇത് അൽഫിയത്ത്, ഖുലാസത്ത് അൽഫിയത്ത് മാലിക്. അദ്ദേഹം തന്നെ പറയുന്ന കാരണം സാധിക്കും, അഹ്സാ മിനൽ കാഫിയത്തി ഖുലാസ തമക്തല ഗിനൻ ലാ ഖസാസ. കാഫി എന്ന് പറയുന്ന 3000 ബൈത്തുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ 1000 ബൈത്തുള്ള അൽഫിയത്താക്കി, ഖുലാസാക്കി മാറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കിയതാണ്. അപ്പോൾ അത് ഹിഫ്ളാക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ നമ്മൾ നിർദ്ദേശിക്കുന്നതായി കാണാൻ സാധിക്കും. സാധിക്കുന്നത് ഹിഫ്ളാക്കണം. അതുപോലെ തന്നെ ഹദീസിൽ അദ്ദേഹം പറയുന്നത്, ഒന്നെങ്കിൽ ഉംദത്തുൽ അഹ്കാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ, അല്ലെങ്കിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ബുലൂഗുൽ മറാം ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം. അഖീദത്തിൽ ഉലൂഹിയ്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കിതാബു തൗഹീദ്. അസ്മാ സിഫാത്തിൽ അൽ അഖീദത്തുൽ വാസിത്തിയ്യ ലി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അഖീദത്തുൽ വാസിത്തിയ്യ മനഃപ്പാഠമാക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ഫന്നുകളിലെല്ലാം ഒരു വിദ്യാർത്ഥി ചുരുങ്ങിയത് ഒരു മത്തിന് ഹിഫ്ളാക്കി. 'ക്കണം. തജ്വീദിൽ നമുക്ക്
ജസരിയ ഉണ്ട്, അതല്ലെങ്കിൽ തുഹ്ഫത്തുൽ അത്ഫാൽ ഉണ്ട്, ഫി ഗിൽമാനി തജ്വീദുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന റഹ്മത്തുള്ളയുടെ, അല്ലെങ്കിൽ ഇബ്നു ജസീർ റഹ്മത്തുള്ളയുടെ അൽ ജസരിയ, മൻദൂമത്തുൽ ജസരിയ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള അതുണ്ട്. ന്യൂസുൽ ഹദീസിൽ നുഖ്ബത്തുൽ ഫിക്ർ ഇബ്നു ഹജർ അസ്ഖലാനിൻ്റെ ഗ്രന്ഥമുണ്ട്, അല്ലെങ്കിൽ മൻദൂമത്തുൽ ബൈക്കൂനി, ഇമാം ബൈക്കൂനി ഉമർ ബിൻ ത്വാഹ അൽ ബൈക്കൂനി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിൻ്റെതുണ്ട്. അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖ്ഹിൽ ഇമാം അൽ ഹറമൈനി അൽ ജുവൈൻ, ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി എന്നറിയപ്പെടുന്ന ഷാഫി പണ്ഡിതനായിട്ടുള്ള അൽ വറക്കാത്ത്, അദ്ദേഹത്തിൻ്റെ കിതാബ് അൽ വറക്കാത്ത് എന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ പല രൂപത്തിലുള്ള പല വലുപ്പത്തിലുള്ള പുസ്തകമുണ്ട്. സീറയിൽ അൽ മീഇയ്യ എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട് ഇഫ്ലാഖാൻ. പക്ഷേ ഓർമ്മപ്പെടുത്താണ്, ഇത് ആളുകൾക്കനുസരിച്ചും മാറും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു പക്ഷേ എല്ലാവർക്കും ഹിഫ്ലാക്കാൻ കഴിയുമെന്നില്ല. വിദ്യാർത്ഥികൾ, ചെറിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഒരുപാട് പ്രായം കഴിഞ്ഞിട്ട് പഠനം തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലോ അവിടെ അവൻ മസ്ലഹത്ത് നോക്കണം. ചില പണ്ഡിതന്മാരെ പോലെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹ്, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ഇഫ്ലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2 വരി കവിത ഇഫ്ലാക്കാനിരുന്നിട്ട് അദ്ദേഹത്തിന് രോഗം വന്നു എന്നാണ്. രോഗം പിടിച്ചു, മനപ്പാടാക്കാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫഹ്മ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൊണ്ട് വജ്രത്തെ മുറിക്കാന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. അത്രയും കഴിവുണ്ടായിരുന്നു. എന്നാൽ ജലാലുദ്ദീൻ അൽ മഹല്ലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ജലാലുദ്ദീൻ അൽ മഹല്ലി, അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നതിലേറെ എളുപ്പം എന്തായിരുന്നു? ഹിഫ്ലാക്കാനായിരുന്നു. അദ്ദേഹം ഹിഫ്ലാക്കിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല ഇതെന്താണ് എന്നുള്ളത്. അത്ര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞത്. ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ ഒരു ത്വാലിബുൽ ഇൽമ്, ഏറ്റവും ഉയർന്ന ത്വാലിബുൽ ഇൽമ് മനപ്പാടമാക്കുന്ന ത്വാലിബുൽ ഇൽമ് തന്നെയാണ്, സംശയമല്ല. ഇൽമിൻ്റെ അടിസ്ഥാനം ഹിഫ്ലും ഫഹമും ഒരുപോലെ ഉണ്ടായിരിക്കണം. സാലിഹ് ഹുസൈമി ഹഫിളഹുള്ള പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ ആയിരിക്കണം. ഹിഫ്ലും വേണം, ഫഹ്മും വേണം. ഹിഫ്ൽ പറഞ്ഞാൽ മനപ്പാടാക്കുക, ഫഹ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇത് രണ്ടും അത്യാവശ്യമാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു ത്വാലിബുൽ ഇൽമ് ചുരുങ്ങിയത് ഒരു പുസ്തകം, ചെറിയൊരു മത്തിന് ഇഫ്ലാക്കിയിരിക്കണം. ഇനി അടുത്തത്, ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? ഹിഫ്ലു എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കൽ. മുഖ്തസരിൻ ഫീഹി, അതിൽ മുഖ്തസറായ ചുരുങ്ങിയ ഒരു മത്തിന്, ഓരോ ഫന്നിലും ഓരോ സബ്ജക്റ്റിലും ചുരുങ്ങിയ ചെറിയ രൂപത്തിലുള്ള, വലുപ്പമാണ് രൂപം ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച രൂപത്തിലുള്ള ഒരു മത്തിന് ഹിഫ്ലാക്കിയിരിക്കണം. രണ്ടാമത്തേത് ളബ്തുഹു അലാ ശൈഖിൻ മുത്ഖിനിൻ. ലബ്ത്ത് എന്ന് പറഞ്ഞാൽ, ലബ്ത്ത് എന്ന് പറഞ്ഞാൽ ഹിഫ്ലിനെ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ ലഫ്ലുകൾ, പുസ്തകത്തിൽ വന്ന വാക്കുകളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക, അതിൻ്റെ ഇഅ്റാബ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും, ലബ്തുഹു വശറഹു ലകാന ഔലാ. അദ്ദേഹത്തെ ഈ ലബ്ത്തിന്റെ കൂടെ ഷറഹുഹു എന്നും കൂടി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ.
ഒന്നുകൂടി ഖൈറായിരുന്നേനെ എന്ന് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അലാ ഷെയ്ഖിൻ മുത്ഖിനിൻ, ആർക്കാണ് ആരെ മുന്നിലിരുന്നിട്ട് പഠിക്കേണ്ടത്? അലാ ഷെയ്ഖിൻ മുത്ഖിനിൻ, മുത്ഖിനായ ഈ ഒരു ഫന്നിൽ അല്ലെങ്കിൽ പഠിക്കപ്പെടുന്ന പുസ്തകം അതിൽ ഇത്ഖാനുള്ള ഒരു ഷെയ്ഖിന്റെ മുന്നിലിരുന്ന് പഠിക്കണം. അസ്ല അതാണ്, അടിസ്ഥാനം അതാണ്. പക്ഷേ എല്ലാവർക്കും ഷെയ്ഖുമാരെ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താണ് അടുത്തുള്ളത്? അത് പഠിക്കുക. അസ്ലെന്താണ്? മുത്തഖിനായ പണ്ഡിതന്മാരുടെ അടുത്തിലിരുന്ന് പഠിക്കുക, അതാണ് അസ്ല്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇത് വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. മുത്തഖിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? കവി, ഇൽമിൽ ഖുവ്വത്തുള്ള, ശക്തിയുള്ള ആള്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഒരു കാര്യം കൂടി വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അൽ അമാന, സത്യസന്ധത, വിശ്വസ്തത, വിശ്വസ്തനായിട്ടുള്ള ആളായിരിക്കണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ബിദഅത്തിന്റെ കക്ഷികൾ ഇൽമെടുക്കാൻ പാടില്ല. കളവ് പറയുന്നവർ അവരുടെ അടുക്കൽ നിന്ന് ഇൽമെടുക്കാൻ പാടില്ല. ബിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവർ അതിലേക്ക് അവരുടെ അടുക്കൽ നിന്ന് ഇൽമെടുക്കാൻ പാടില്ല. അമാനത്തുള്ള ആളുകളിൽ നിന്നും എടുക്കണം. കാരണം അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കവിയും അമീനും എന്നുള്ള വിശേഷണങ്ങൾ പല ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മദ്യനിൽ അദ്ദേഹം പോയ സമയത്ത് അവിടെ 2 സ്ത്രീകൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ആ സ്ത്രീകൾക്ക് അദ്ദേഹം വെള്ളം കോരി കൊടുത്തു. ഈ കാര്യം തൻ്റെ പിതാവിനോട് പോയി പറഞ്ഞു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശേഷണമായി കൊണ്ട് പറഞ്ഞതാണ്, യാ അബതിസ്തഹ്ജിറു, എൻ്റെ ഉപ്പ, താങ്കൾ ഇദ്ദേഹത്തെ ഒരു ഖാദിമായിട്ട്, അതായത് കൂലി കൊടുത്ത് പണിയെടുക്കുന്ന ഒരാളാക്കി എടുക്കണം, സ്വീകരിക്കണം. ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ കവിയുൽ അമീൻ, തീർച്ചയായിട്ടും താങ്കൾ കൂലിക്കെടുക്കുന്നതിൽ നിന്നും കവിയും അമീനും ആയിട്ടുള്ളവനാണ്, ശക്തനും വിശ്വസ്തനും ആയിട്ടുള്ളവനാണ്. അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളിൽ ഇത് കാണാൻ സാധിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മുഖദ്ദിമത്തുൽ ആജുറൂമിയ പഠിക്കുകയാണെങ്കിൽ അത് കൃത്യമായി കൊണ്ട് പഠിക്കണം. പിന്നെ നവാഖിദുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ അഖീദയിലുള്ള പുസ്തകമാണ്. അത് പഠിക്കുകയാണെങ്കിൽ ഓരോ വാക്കും എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതാണ് അടിസ്ഥാനം. ഇനി അടുത്തത് അദ്ദേഹം പറയാണ്, അദമുൽ ഇസ്തിഗാലി ബിൽ മുതവ്വലാത്തി വതഫാരീഖി അൽ മുസന്നഫാത്തി ഖബ്ല അദ്ദബ്തി വൽ ഇത്ഖാനി ലി അസ്ലിഹി. അദമുൽ ഇസ്തിഗാൽ എന്താണ്? അദമെന്ന് പറഞ്ഞാൽ അല്ല, ഉപേക്ഷിക്കുക. അത് അസമ്, ഇത് അദമ്. അദമെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. എന്താണത്? അദമുൽ ഇസ്തിഗാൽ. ഇസ്തിഗാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപൃതനാകുക, ശുഗലാകുക. മശഗൂൽ നേട്ടിട്ടില്ലേ? മുഴുകുക, മലയാളത്തിൽ പറയാം മുഴുകുക, മുഴുകാതിരിക്കുക. ബിൽ മുതവ്വലാത്ത്, മുതവ്വലാത്തുകളിൽ. മുതവ്വലാത്ത് പറഞ്ഞാൽ ദീർഘമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വളരെ വിശാലമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ മുഴുകാതിരിക്കുക. വതഫാരീഖിൽ മുസന്നഫാത്ത്, വ്യത്യസ്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള പുസ്തകങ്ങളിൽ. ഖബ്ല അദ്ദബ്തി വൽ ഇത്ഖാനി ലി അസ്ലിഹി, അതിൻ്റെ
അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങൾ യഖീനാക്കാതെ ദൃഢമാക്കാതെയും അതുപോലെ തന്നെ തഹ്ഖീഖ് ചെയ്യാതെയും എന്ത് ചെയ്യുക, വലിയ പുസ്തകങ്ങൾ പഠിക്കുക. ഉദാഹരണം പറയാം, ഇപ്പോൾ മുഖദ്ദിമത്തുൽ ആജുറൂമിയെ പഠിക്കാതെ എന്ത് ചെയ്യുക, മുഗ്നിൽ ലബീബോ അല്ലെങ്കിൽ കാഫിയത്തു ഷാഫിയൊക്കെ, അതൊക്കെ പറഞ്ഞാൽ നഹ്വിൻ്റെ വലിയ പുസ്തകങ്ങളാണ്, വലിയ ചർച്ചകളില്ല, അതൊക്കെ പഠിക്കുക. ഹംബലി ഫിഖിൽ എന്ത് ചെയ്യുക, സാദുൽ മുസ്തഖിന്, അതുപോലെ ദലീലുൽ ത്വാലിബ്, അതുപോലെ തന്നെ അതുപോലുള്ള ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ എന്ത് ചെയ്യുക, അൽ മുഗ്നി ഉണ്ട് ഇബ്നു ഖുദാമൽ മഖ്ദിസിൻ്റെ, അല്ലെങ്കിൽ നവവിൻ്റെ ശറഹ് മുഹദ്ദബ് ഉണ്ട്, ഇതൊക്കെ പഠിക്കുക. അത് പാടില്ല. അഖീദയിൽ കിതാബ് തൗഹീദ് പഠിക്കാതെ ഇബ്നു മന്ദൻ്റെ കിതാബ് തൗഹീദ് പഠിക്കുക, അല്ലെങ്കിൽ ആജുദ്ദീൻ്റെ ശരീഅ പഠിക്കുക, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ തന്നെ വളരെ വലിയ ചർച്ചകൾ തദുമുരിയ, അല്ലെ ഹമവിയ, അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിമിൻ്റെ നൂനിയ, ഇതൊക്കെ പഠിക്കുക. ഏത് പഠിക്കുക, നവാഖിൽ ഇസ്ലാം, ഉസൂൽ സലാത്ത് ഒന്നും പഠിക്കാതെ അത് പഠിക്കുന്നത് ശരിയല്ല, അത് പാടില്ല. ആദ്യം ആ വിഷയത്തിലുള്ള ചെറിയ പുസ്തകങ്ങൾ പഠിക്കണം. ചെറുത്, ഏറ്റവും ചെറുത്, ഏറ്റവും അടിസ്ഥാനം, അത് പഠിച്ച് കയറണം. ഇപ്പോഴത്തെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, മഖാരിജുകളും ഹുറൂഫുകളും അഹ്കാമുകളും, ഹുറൂഫുകളുടെ അഹ്കാമുകൾ സിഫത്തുകളൊന്നും പഠിക്കാതെ ഇൽമുൽ ഖിറാഅത്ത് പഠിക്കുക, 10 ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുക, പാടില്ല. എന്ത് ചെയ്യണം, ആദ്യം അടിസ്ഥാനം പഠിക്കണം. അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ വലുത് പഠിക്കാൻ പാടുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളിൽ പറ്റുന്ന പ്രശ്നമായിക്കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, വഹാദിഹിൽ ഫിക്റത്തു മുഹിമ്മത്തുൻ ജിദ്ദൻ ലിതാലിബിൽ ഇൽം. ഈ ഒരു ഭാഗം ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച്, വിദ്യാർത്ഥിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്, വളരെ പ്രധാനം നിറഞ്ഞതുമാണ്. ഫലാ ബുദ്ദ യുത്ഖിനൽ മുഖ്തസറ, ചെറിയ പുസ്തകങ്ങൾ പഠിച്ചിരിക്കണം, ചെറിയ പുസ്തകങ്ങൾ പഠിച്ചിരിക്കണം. ഹത്താ തർസുഖൽ ഉലൂമു ഫീ ദിഹ്നിഹി, ഏതുവരെ, ആ ചെറിയ മത്തിനുള്ളത്, ചെറിയ പുസ്തകത്തിലുള്ളത് അവൻ്റെ ബുദ്ധിയിൽ ഉറക്കുന്നത് വരെ അതെന്നെ പഠിക്കണം. സുമ്മ ബഅദ ദാലിക യർതഖി ഇലൽ മുതവ്വലാത്ത്, അതിനുശേഷമാണ് വലിയ പുസ്തകങ്ങളിലേക്ക് മാറേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാകിൻ ബഅദു ത്വലബ, ചില വിദ്യാർത്ഥികൾ ഖദ് യുഗ്രിബു ഫയുതാലിഉൽ മുതവ്വലാത്ത്, എന്ത് ചെയ്യും, വലിയ പുസ്തകങ്ങൾ വായിക്കും, ചെറുത് വായിക്കാതെ വലിയ പുസ്തകങ്ങൾ വായിക്കും. എന്നിട്ട് ചില മജ്ലിസുകൾ ഇരുന്ന് കണ്ട് ഇവിടെ പറഞ്ഞു എന്ന് പറയും. അത് വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലുള്ള തഖ്സീറുകൾ, കുറവുകൾ, തഖ്സീറുകൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. അദ്ദേഹം അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന സമയത്ത് നല്ലൊരു ഉദാഹരണം നൽകുന്നതായി കാണാൻ സാധിക്കും. ഈ ഒരു വിഷയം മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവനക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നീന്തൽ അറിയാത്തൊരു മനുഷ്യൻ നീന്തൽ പഠിക്കാൻ വേണ്ടി വലിയ ആഴമുള്ള കുളത്തിലിറങ്ങോ അല്ലെങ്കിൽ കടറങ്ങോ? ഇല്ല. അപ്രകാരമാണ്. ആദ്യം ആയം കുറഞ്ഞ സ്ഥലത്ത് അത് വെള്ളത്തിൽ ഇറങ്ങി പഠിക്കണം, വെള്ളത്തിൽ നിൽക്കാൻ പഠിക്കണം, അങ്ങനെ പതുക്കെ. അതുപോലെയാണ് ഇൽമു. എങ്ങനെ നമ്മൾ നടന്നത്, ആദ്യം ഓടിയത് ആദ്യം തന്നെ ഓടിയതാണ്. ജനിച്ചത് മുതൽ ഇല്ല, പതുക്കെ എന്ത് ചെയ്തു, കൈകാലുകൾ ഇളക്കി പതുക്കെ കമർന്ന്, ഇവിടെ കൗല എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, കൗല. അതായത് കുട്ടികൾ ഇങ്ങനെ കിടക്കുക, മലർന്ന് കിടക്കുക, പിന്നെ അങ്ങനെ നീന്തി മുട്ടുകുത്തി, പിന്നെ പിടിച്ച് നടന്ന് പതുക്കെ നടന്ന് വർഷങ്ങളെടുത്ത് ഓടി പതുക്കെ ചാടി, പിന്നെ അങ്ങനെ സ്റ്റെപ്പ് വൈയാണ്, സ്റ്റെപ്പായിട്ട്
അങ്ങനെ തന്നെയാണ് ദീൻ പഠിക്കേണ്ടതെന്ന് മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹു ഹില്യത്തു ത്വാലിബിൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു തആല അലം. ഇനി അടുത്തത് ലാ തന്തഖിൽ നീ നീങ്ങരുത് മിൻ മുഖ്തസരിൻ ഇലാ ആഖറ ബിലാ മൂജിബിൻ, ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകം അത് തീരാതെ നീങ്ങരുത്. അക്കരപ്പച്ച സ്വഭാവം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അക്കരപ്പച്ച അതിന് മലയാളത്തിൽ പറയാം. ഒരു പുസ്തകം തുടങ്ങും, അപ്പൊ ഈ മനുഷ്യന് തോന്നും ആ പുസ്തകമാണ് അതിലേറെ നല്ലത്, എന്നിട്ട് അത് ഒഴിവാക്കും. അത് പാടില്ല. മറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒരു പുസ്തകം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കണം. എന്തുകൊണ്ടല്ലാതെ ബിലാ മൂജിബിൻ, ചിലപ്പോൾ നിർബന്ധമായിട്ട് വരാം അത് മാറ്റിയെടുക്കൽ. കാരണം അത് അറിയുന്നവർ നാട്ടിലില്ലാത്ത അവസ്ഥ വരാം, അതായത് പഠിപ്പിച്ചു തരാൻ ആരില്ലാതിരിക്കാം, ചിലപ്പോൾ അത് പഠിക്കാനുള്ള ദറജ വിദ്യാർത്ഥി എത്തിയിട്ടില്ലായിരിക്കാം. ഇങ്ങനത്തെയൊക്കെ സന്ദർഭത്തിൽ അത് മാറ്റാം. ഇതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു പുസ്തകം എടുക്കുക, അതൊരു ദിവസം പഠിക്കുക, അടുത്ത പുസ്തകം അടുത്ത ദിവസം പഠിക്കുക. അങ്ങനെ പഠിക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല, തെറ്റായിട്ടുള്ള രൂപമാണ്. ഒരു വിഷയം പഠിച്ചു തുടങ്ങിയാൽ, ഒരു പുസ്തകം പഠിച്ചു തുടങ്ങിയാൽ അതെന്നെ പൂർത്തീകരിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ അയ്ളൻ ആഫത്തുൻ അലീമത്തുൻ തഖ്തഉ അലാ ത്വാലിബി ത്വലബഹു. ഇതൊരു ത്വാലിബിനെ സംബന്ധിച്ച് വലിയ ആപത്താണ്. ഈ ഒരു സ്വഭാവം വലിയ ആപത്താണ്. വതുളയ്യു അലൈഹി ഔഖാതുഹു, അവന്റെ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഫഇദാ കാന കുല്ല യൗമിൻ ലഹു കിതാബുൻ യഖ്റഉ ഫീഹി, അവൻക്ക് എല്ലാ ദിവസവും ഓരോ കിതാബാണെങ്കിൽ ഇന്നൊരു പുസ്തകം, ഉസൂൽ ഹദീസ് എടുക്കുക ഉദാഹരണം. ഉസൂൽ ഹദീസിൽ ബൈക്കൂനി ഒരു ദിവസം പഠിച്ച് അതിൽ 3 വരി പഠിച്ച്, അടുത്ത ദിവസം ബഹ്ജത്തുൻ നദർ നമ്മുടെ മുബാറക് ഫൂറി റഹ്മത്തുള്ളാഹിയുടെ പുസ്തകം അത് 2 വരി പഠിച്ചു, അടുത്ത ദിവസം നുഖ്ബത്തുൽ ഫിക്ർ അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യന്റെ മുസ്തലഹുൽ ഹദീസ്. ഇങ്ങനെ പുസ്തകങ്ങൾ മാറി മാറി പോകാൻ പാടില്ല. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് തീരണം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ അടുത്തതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഫഹാദ മിൻ ബാബിൽ ലജ്രി, ഇത് ലജ്റിന്റെ അധ്യായത്തിൽപ്പെട്ടാണ്. എന്താ ലജ്ർ എന്ന് പറഞ്ഞാൽ? ലജ്ർ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് അൽമലൽ, മടുപ്പ്, മടിയല്ല മടുപ്പ്, മടുപ്പിന്റെ ബാബിൽ പറയാം. മടുപ്പുണ്ട് എന്നുള്ളതിനെ അറിയിക്കുന്നതാണ് എന്ത്? ഈ പുസ്തകങ്ങൾ മാറ്റുക. ഒരു ത്വാലിബിനെ ഇൽമു പഠിക്കുന്നതിൽ മടുപ്പുണ്ടാകാനേ പാടില്ല. ഒരു പുസ്തകം പഠിക്കുക, അതിപ്പോൾ അതിൻ്റെ ഒരു 1/3 ഭാഗത്തുമ്പോൾ അത് മടുത്ത് പിന്നെ അടുത്ത പുസ്തകം എടുക്കുക, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു പുസ്തകം തുടങ്ങി അല്ലെങ്കിൽ അത് മാറ്റാൻ, ആ പുസ്തകം മാറ്റി മറ്റൊരു പുസ്തകം എടുക്കാൻ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല വിദ്യാർത്ഥികളും ഇത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാം, അവർക്കൊന്നിലും എന്തുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവുകൾ പുറത്തു നൽകട്ടെ, നമ്മളുടെ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകട്ടെ. അവർക്ക് ഇത്ഖാൻ ഉണ്ടാവില്ല, സമയം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്താണ് കൃത്യമായിട്ട് പഠിച്ചത് എന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതായി ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയണേ, അബ്ദുൽ വാരിസ് ഹഫിളഹുല്ലാഹ് പറയാണ്, ഇഖ്തിനാസുൽ ഫവായിദി വദ്ദവാബിത്തിൽ ഇൽമിയ്യ. ഇഖ്തിനാസ് എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുക, വളരെ പ്രധാനപ്പെട്ടതാ, കൂടുതൽ ആൾക്കാർക്കില്ലാത്തതാ. എഴുതിയെടുക്കുക. അൽ ഫവായിദ്, ക്ലാസുകളിൽ നിന്ന് ലഭിക്കുന്ന ഫായിദകളെ എഴുതിയെടുക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ ദവാബിത്തുൽ
ഇൽമിയായിട്ടുള്ള അടിസ്ഥാന കായിദകളെയും അതൊക്കെ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. എഴുതിയെടുക്കൽ നിർബന്ധമാണ്. എഴുതിയെടുത്താൽ മാത്രം പോരാ, അത് അങ്ങനെ ഇൽമ് കിട്ടുള്ളൂ. ഈ ചെവി കൂടി കേട്ടിട്ട് ഈ ചെവി കൂടി വിടുക, അതുകൊണ്ട് കാര്യം ഇല്ല. മറിച്ച് എഴുതിയെടുക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഹാദാ മിൻ അഹമ്മി മാ യകൂനു ഫഹുനാകൽ ഫവായിദു അല്ലതി ലാ തകാദു തത്റഉ അല അദ്ദിഹൻ. ഇത് വളരെ നിർബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്? ചില ഫായിദകൾ, ചില ഉപകാരങ്ങൾ നമ്മളെ ബുദ്ധിയിൽ നിൽക്കൂല. ചിലപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലത് നമുക്ക് കേട്ടാൽ നമുക്ക് അറിയുന്നതായിരിക്കും. കേട്ടാൽ അറിയും, പക്ഷെ ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വരില്ല. കാരണം എന്താ? അത് എഴുതിയെടുത്തിട്ടില്ല, പിന്നീട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ومن الضوابط ما يذكره الفقهاء تعليلا للأحكام فإن كل التعليلات للأحكام الفقهية تعتبر ضوابط. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ ദവാബിത്തുൽ ഇൽമിയ്യ എന്ന് പറഞ്ഞിട്ട് ലവാബിത്ത് വദ്ദവാബിത്തുൽ ഇൽമിയ്യ. എന്താണ് അതിന്റെ ഉദ്ദേശം? അതിൽപ്പെട്ടതാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓരോ വിഷയത്തിനും ഹുക്കം നൽകാനുണ്ടായ കാരണത്തെ വിശദീകരിക്കുന്നത്. ഈ കാരണം ലവാബിത്തുകളിൽ പെട്ടതാണ്. അതായത് അടിസ്ഥാന കായിദകളും മറ്റുള്ള ഇലലുകളൊക്കെ അറിഞ്ഞിരിക്കണം. അത് ക്ലാസ്സുകൾ വരുന്നത് എഴുതിയെടുക്കണം, അത് വീണ്ടും പഠിക്കണം എന്നുള്ളതാണ്. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പല ആളുകൾക്കും എന്തില്ല, നോട്ട് കാണാനില്ല. അടുത്തത് ആറാമത്തേത് ജംഉൻ നഫ്സി ലിത്തൊലബി വത്തറഖി ഫീഹി. നഫ്സിനെ ഇൽമു നേടുന്നതിലേക്ക് ഒരുമിച്ച് കൂട്ടുക. അതന്നെ അവൻക്ക് ഇൽമു കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തണം ഒരു താലിബുൽ ഇൽമ്. പഠനം കഴിഞ്ഞിട്ട് മറ്റെന്തുള്ളൂ, ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കണം. നഫ്സ് പറഞ്ഞാല് മനസ്സിനെ, ജംഉൻ നഫ്സി മനസ്സിനെ ഒരുമിച്ച് കൂട്ടൽ, ലിത്തൊലബി ഇൽമു നേടുന്നതിലും വത്തറഖി ഫീഹി അതിൽ ഉയരുന്നതിലും. അതായത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള ത്വര മനസ്സിലുണ്ടായിരിക്കണം. അതായിരിക്കണം. ഒരു ദിവസം പഠിക്കുക, ഒരു ദിവസം പഠിക്കാതിരിക്കുക, മറ്റൊരു ദിവസം പഠിക്കുക. അങ്ങനെ ഒരു അവസ്ഥ എന്തുണ്ടാവരുത്? താലിബിനുണ്ടാകാൻ പാടില്ല. ഇനി മനുഷ്യരാണ്, ഹക്കുകളുണ്ടാവും, ബാധ്യതകളുണ്ടാകും, ചില പുറത്തേക്ക് ജോലിക്ക് കൊണ്ടുവരും, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവന്റെ മനസ്സെന്തായിരിക്കണം? ഇൽമായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇൽമ് സ്വീകരിക്കാൻ കഴിയും എന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്ന ആളുകളുണ്ടായിരുന്നു, അവർ പഠിക്കും. ജോലിക്ക് പോകുന്ന കൃഷിക്കാരുണ്ടായിരുന്നു, അവർ പഠിക്കും, പഠിപ്പിക്കും, എല്ലാ ഇബാദത്തിലും മുന്നേറും. ഇനി അതല്ല, അതിനൊന്നും പോകാത്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. പഠനം മാത്രം. മസ്ജിദ് നബവിയിൽ എന്ത് ചെയ്യുക, അവിടെ അസ്ഹാബ് സുഫയായിട്ട് കുറെ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. പഠനം മാത്രം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇവരെ പോലുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇവരെ പോലുള്ള സ്വഹാബാക്കൾ വേറെ ഉണ്ടായിരുന്നു. ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് ഇത് മാറും. പക്ഷേ ഒരു താലിബിനെ സംബന്ധിച്ച് അവൻക്ക് ഏറ്റവും വലുത് ഇൽമായിരിക്കണം, കളിയല്ല. ശ്രദ്ധിക്കണം. കളി കഴിഞ്ഞിട്ടില്ല പഠനം, കളി കഴിഞ്ഞിട്ടിൽ സമയം ഉണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളത് ഉണ്ടാവരുത് ഒരു താലിബിന്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. പഠനം കഴിഞ്ഞിട്ട് കളിക്കാൻ സമയം ഉണ്ടെങ്കിൽ കളിക്കാം, അൽഹംദുലില്ലാ, പ്രശ്നമില്ല. നമ്മുടെ പണ്ഡിതന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അല്പസമയം കളിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചതാ. അദ്ദേഹം സൗദി അറേബ്യയിലുള്ള സ്വാമിത്ത് എന്നുള്ള ഭാഗത്ത് വന്ന് ദഅവത്ത് തുടങ്ങിയ സന്ദർഭത്തിലാണ്
സയ്യിദ് അൽ മദ്ഖലി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഹാഫിദ് അൽ ഹക്കമി, അഹ്മദ് അൽ നജ്മി, അതുപോലുള്ള ഒരുപാട് വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി പഠനം തുടങ്ങണം. ഇവർ പറയുന്നതായി കാണാം, ഇവർ വൈകുന്നേരം അസറിന് ശേഷം വിദ്യാർത്ഥികൾ കളിക്കുമായിരുന്നെന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാരെല്ലാം അത് അനുവദിച്ചതായി കാണാൻ സാധിക്കും. ഒരു പരിധിക്ക് അതിനപ്പുറം എന്തുണ്ടാകാൻ പാടില്ല. പഠിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, വൽ ഇഹ്തിമാമു വത്തഹറുകു ലിത്തഹ്സീലി വൽ ബുലൂഗി ഇലാ മാ ഫൗഖഹു. അവന്റെ പ്രാധാന്യം എന്തായിരിക്കണം? ഇൽമു നേടുന്നതിനായിരിക്കണം. മനസ്സിലായോ? ഇൽമു നേടുന്നതിനായിരിക്കണം. ടൂർ പോകാനല്ല. ടൂർ പോകാൻ പറ്റൂല എന്നല്ല കേട്ടോ. ടൂർ പോകണം, അതിന്റെ സന്ദർഭത്തിൽ പോകണം. പക്ഷെ ചില തുല്ലാബുകൾ നഊദുബില്ലാ കാണാൻ സാധിക്കും എപ്പോഴും ടൂർ പോകുക എന്നുള്ള ചിന്ത. അതൊരു ത്വാലിബിന് പ്രശ്നമാണ്. ഹറാമാണ് എന്നല്ല പറയുന്നത്. അവന്റെ തൊലബുൽ ഇൽമിനെ അത് സ്വാധീനിക്കുന്ന കാര്യമാണ്. അവന്റെ പ്രധാന ലക്ഷ്യം ഇൽമു നേടുന്നതായിരിക്കണം. വൽ ബുലൂഗ് ഇലാ മാ ഫൗഖഹു ഹത്താ തഫീലൽ മുതവ്വലാത്തി ബി സാബിലത്തിൻ മുവസ്സഖത്തിൻ. ഒരു കാര്യം പഠിച്ചാൽ അടുത്തത് അതിന്റെ മുകളിലുള്ളത് പഠിക്കുക. മുഖദ്ദിമത്തുൽ ആജുറൂമി അല്ലെങ്കിൽ ദുറൂസുൽ ലുഗത്തുൽ അറബിയ കഴിഞ്ഞാൽ മുഖദ്ദിമത്തുൽ ആജുറൂമി പഠിക്കുക. അത് കഴിഞ്ഞാൽ ഖത്റുന്നദ വബല്ലുസ്തദ എന്ന് പറഞ്ഞ ഇബ്നു ഷാമിന്റെ കിതാബ് പഠിക്കുക. അത് കഴിഞ്ഞാൽ അൽഫിയത്തുൽ മാലിക് പഠിക്കുക. അങ്ങനെ ഓരോന്ന് പഠിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം താലിബിന്. ഖുർആൻ ഇഫ്ലാക്കി കഴിഞ്ഞാൽ ഹദീസ് ഇഫ്ലാക്കുക. അർബഊൻ നവവി ഇഫ്ലാക്കിയാൽ ഉംദത്തുൽ അഹ്കാം ഇഫ്ലാക്കുക. അത് ഇഫ്ലാക്കിയാൽ ബുലൂഗുൽ മറാം, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. എന്തില്ല? എനിക്ക് ഇഫ്ലാക്കാൻ ഒന്നും ഇല്ല എന്നൊരു താലിബിന് പറയാൻ ഉണ്ടാവില്ല. അത്രക്ക് അൽഹംദുലില്ലാഹ് ഇൽമെന്താണ്? ബഹ്റുൻ ലാ സായില ലഹ്, കരല്ലാത്ത കടല. എത്ര സഞ്ചരിച്ചാലും കഴിയൂല. മനസ്സിലായോ? അത് കഴിയൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂല, കഴിഞ്ഞു പോയെന്ന് പറയേണ്ടി വരില്ല. പക്ഷെ താലിബിന് മരിക്കുന്നത് വരെ പഠിക്കുക എന്നുള്ളതായിരിക്കണം ചിന്ത. അങ്ങനെ പഠിച്ച് ചെറിയ പുസ്തകങ്ങളിൽ നിന്നും വലിയ മുതവ്വലാത്തുകൾ, വലിയ പുസ്തകങ്ങളിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം ഒരു താലിബിന്. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട, ഇതിന് മുന്നേ പറഞ്ഞ അദബുകളൊക്കെ ഇതിൽ ഓർമ്മ വേണം. ഇതൊക്കെ ഓർമ്മ വേണം. ഇഖ്ലാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുതാബഅത്ത്, അതുപോലെ തന്നെ ഇൽമിന്റെ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. അതോടൊപ്പം ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചത് എന്തിനാ? ഞാൻ ഇന്ന അഫ്ലാക്കിക്കണോ, ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഇന്ന പഠിച്ചിട്ടുണ്ട് പറയാനാണോ? അല്ല. മറിച്ച് എന്തിനാണ്? ബാറക്കല്ലാഹു ഫീക, അമൽ ചെയ്യാൻ, അമലാക്കാൻ. ആദ്യം സ്വന്തത്തിന്റെ ജഹലിനെ നീക്കാൻ, പിന്നീട് മറ്റുള്ള ആളുകളുടെ ജഹലിനെ നീക്കാൻ. അതായത് ദഅവത്ത്, അതുപോലെ അമൽ, ദഅവത്ത്. പിന്നീട് നമ്മളത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാലാമത്തെ ഒരു കാര്യം ഓർമ്മണ്ടോ? മനസ്സിലായില്ല? അല്ല, നിയ്യത്ത് വെക്കാവുന്ന 4 കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് എന്തായിരുന്നു? സ്വന്തത്തിൽ ജഹല് നീക്കുക, സ്വന്തം അജ്ഞത മാറ്റുക. രണ്ടാമത്തേത് അമലാക്കുക. മൂന്നാമത്തേത് മറ്റുള്ളവരുടെ ജഹൽ നീക്കുക, ദഅവത്ത്. നാലാമത്തെ ഒരു കാര്യം ദീനിനെ സംരക്ഷിക്കുക. ബാറക്കല്ലാഹു ഫീക്. ദീനിനെ സംരക്ഷിക്കുക. ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ദീൻ നഷ്ടപ്പെട്ടു പോകും. ദീൻ പഠിക്കാൻ ആരും ഇല്ലാതിരുന്നാൽ ദീൻ നഷ്ടപ്പെട്ടു പോകും. മുമ്പുള്ള സമൂഹങ്ങളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ്? അവരുടെ ഇൽമിനെ അവർ മനഃപ്പാടമാക്കിയില്ല, പിന്നീട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല ആലം. ചുരുക്കത്തിൽ ഈ 6 കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഈ 6 കാര്യങ്ങൾ ബക്ർ ബിൻ അബൂ സയ്യിദ് റഹിമഹുല്ലാ
ഹില്യത്തു താലിബുൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്. അദ്ദേഹം അതിൽ കൊണ്ടുവന്നതാണ്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്താണ്. അമലാക്കണം ഇഖ്ലാസോട് കൂടി, മുതാബത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി എന്ന്, റസൂലിൻ്റെ മുതാബത്തോട് കൂടി ഹിഫ്ളാക്കണം, അതുപോലെ തന്നെ അമലാക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت ولي ومولاها. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا يا رب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.